പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് 2500 ഹദീസ് തള്ളിക്കളഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗത്തെ കുറിച്ച്, മർക്കസ് ദഅവയെ കുറിച്ച് വിസ്ഡം ഗ്രൂപ്പുകാർ പറയുന്നു, മർക്കസ് ദഅവയിൽ ഒരാൾ അംഗമാകണമെങ്കിൽ ചുരുങ്ങിയത് 2500 ഹദീസ് തള്ളിക്കളയണമെന്നാണ്. കേൾക്കുന്നു ഓരോ പ്രസംഗിക്കുന്നത് പറഞ്ഞ സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന ആയിരക്കണക്കിന് ഹദീസുകളെ ഇന്ന് മർക്കസ് ദഅവ തള്ളിയിട്ടുണ്ട്. ഒരു സംശയം, ഏറ്റവും ചുരുങ്ങിയത് ഒരു 2500 3000 ഹദീസ് തള്ളാതെ ഒരാൾക്ക് മർക്കസ് ദഅവ നിൽക്കാൻ പറ്റില്ലെന്ന് സ്വഹീഹായത് എന്താ പറഞ്ഞത്? ചുരുങ്ങിയത് 2500 ഹദീസ് തള്ളാതെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പിൽ അംഗാകാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, അതിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ അതിൽ നിൽക്കുന്നത്? നിങ്ങൾ പടച്ചോനെ പേടിക്കണ്ടെങ്കിൽ, പരലോകത്തെ ആഗ്രഹിക്കണ്ടെങ്കിൽ, നന്നാവണം ആഗ്രഹിക്കണ്ടെങ്കിൽ അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. പണ്ട് EKS മുസ്ലിയാർ നബറല്ലാഹു മർക്കദ ചേകനൂരിങ്ങനെ നിസ്കാരത്തിന്റെ വക്തുകളൊക്കെ നിശ്ചയിച്ചു പറഞ്ഞത്രേ, അല്ല നാളെ പടച്ചോൻ ചോദിക്കൂലേ, ഒരു സ്വകാര്യ സംഭാഷണം ചോദിച്ചപ്പോഴത്രേ, അങ്ങനെ പടച്ചോനെ പേടി ഉണ്ടെങ്കിലുള്ളൂ എന്ന് ചേകന് തിരിച്ചു പറഞ്ഞു എന്നാണ്. എന്നാൽ പടച്ചോനെ പേടില്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പടച്ചോനെ പേടിണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എന്താണ് ഈ പറഞ്ഞത്? 2500ഓളം സ്വഹീഹായ ഹദീസുകളെ തള്ളിക്കളയുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിനൊരു വിഭാഗം. ഇത് നമ്മൾ ആരോപിക്കല്ലോ, നമ്മൾ ഈ പുളിക്കൽ വന്നിട്ട് നമ്മുടേതായിക്കൊണ്ട് പറയല്ലോ, അവരുടെ തന്നെ നേതാക്കന്മാര് പറയുന്നത് കേൾപ്പിച്ചു കൊടുക്കുകയാണല്ലോ. എന്നാ പിന്നെ കുഴപ്പമില്ലെന്ന വിസ്ഡത്തിൽ കൂടെ ആയിരിക്കണ്ട. ഓലവസ്ഥ എന്താ? ഓല് കള്ള ഹദീസ് ഉണ്ടാക്കിയൊരാ, മറ്റൊരുള്ള ഹദീസ് തള്ളിക്കളഞ്ഞപ്പോ ഇവരോ കള്ള ഹദീസ് ഉണ്ടാക്കി, കള്ള ആയത്തും ഉണ്ടാക്കി, ഇല്ലാത്ത ആയത്തുണ്ടാക്കുക. വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്തൊരു ആയത്തുണ്ടാക്കാനൊക്കെ ധൈര്യം വരിക എന്ന് പറഞ്ഞാൽ ഇവരെവിടെ എത്തി? ഞാൻ വെറുതെ പറയല്ല. KNM നേതാവ് അനസ് മൗലവി കാര്യം പറയട്ടെ. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണം, കേരളത്തിന്റെ മണ്ണിൽ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന വാദം ഉന്നയിച്ചവർ രംഗത്ത് വന്നപ്പോ, നമ്മുടെ നാട്ടിൽ ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത ഒരായത്ത് ഉണ്ടാക്കി എന്ന് മാത്രമല്ല, അതിൽ പ്രത്യേകമായ ഒരു അർത്ഥകൽപ്പന നൽകി വിശദീകരിക്കുകയും ചെയ്തത് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമല്ല, കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനമല്ല. നേരെ മറിച്ച് അതിന്റെ മുന്നിൽ നിന്ന ആളുകൾ ജിന്നുവാദവുമായി കടന്നു വന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ കുഫ്റിന്റെയും ഷിർക്കിന്റെയും വാദഗതികൾ അവതരിപ്പിച്ച, എത്രത്തോളം ഞങ്ങൾക്ക് കശ്ഫുണ്ടെന്ന് മാത്രമല്ല, കശ്ഫു വഴി ഞങ്ങൾ ജിന്നിനോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമെന്ന് പോലും വാദിച്ച് മന്ത്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വിസ്റ്റം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞത്? എന്തുണ്ടാക്കി? പള്ളി ഉണ്ടാക്കിയെന്നല്ല, മദ്രസ ഉണ്ടാക്കിയെന്നല്ല പറഞ്ഞത്. വിസ്ഡം വിഭാഗം ഇവിടെ ചെയ്ത സേവനം എന്താണ്? ഖുർആനിൽ ഇല്ലാത്തൊരു ആയത്തുണ്ടാക്കി. ന്യായത്ത് മാത്രമാണോ? ഹദീസ് ഉണ്ടാക്കി. മുജാഹിദ് ബാലുശ്ശേരിക്ക് ഒരു വിഷയം പ്രസംഗിക്കേണ്ടി വന്നു. ആ പ്രസംഗിക്കാൻ നോക്കുമ്പോ അതിന് ഹദീസൊന്നുമില്ല. അപ്പൊ അയാൾ ഹദീസ് ഉണ്ടാക്കി. ഇവരൊക്കെ പിന്നാലെ എങ്ങനെ ഒരാൾ കൂടുക? കേട്ടോളൂ, നമ്മൾ പറയില്ലൊക്കെ ഇന്ന് പുളിക്കലായതുകൊണ്ട് ഫുൾ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവർ പറഞ്ഞോട്ടെ, നമ്മളിങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. പറയട്ടെ, കിട്ടില്ല. അത് ചെയ്തത് വിസ്റ്റം ജിന്ന് വിഭാഗമാണ്. ആയത്ത് ഇനി 2 കള്ള ഹദീസ് ഉണ്ടാക്കിയതാരാ? ഏത് കുടുംബത്തിൽ നിന്ന് വന്നവനാ കള്ള ഹദീസ് ഉണ്ടാക്കിയത്? സുന്നി കുടുംബത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നാരാ? പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തത് റസൂലിന്റെ പേരിൽ വെച്ചുകെട്ടി നുണ പറഞ്ഞവനാരാ? അതിന് ആധികാരികത ഉണ്ടാക്കിയവനാരാണ്? ഇത് വളരെ കൃത്യമാണ്. കേട്ടോ ഹദീസ്. എന്താണ് റസൂലുള്ളാഹിന്റെ പേരിൽ പറയുന്ന ഹദീസ്? മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്ന അറിയോ? കുറെ പെണ്ണെല്ലാരും കെട്ടണം. അതിന് പെണ്ണുങ്ങളോട് പറയാണ് 4 കെട്ടാൻ 2 കെട്ടാൻ അനുവദിക്കണം. സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കണം. നിങ്ങൾ അതിന്റെ പേരിൽ ആരും എതിർപ്പുണ്ടാക്കരുത്. നിങ്ങൾ എന്നോട് സഹകരിക്കണം. ഇത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് പറയല്ല, പടച്ചോൻ ഓർത്ത് പറയാണ്. നിങ്ങൾക്കും കൂലി കിട്ടാൻ വേണ്ടി പറയാണ്. ഇവർക്ക് 4 കെട്ടണം, കെട്ടിക്കോട്ടെ.
എന്നിട്ട് പറഞ്ഞു കൊണ്ടുവന്നറിയോ ഒരു ഹദീസ്. അങ്ങനെ ഹദീസ് ദുന്യാവിൽ എവിടെയില്ല. കേട്ടോളൂ. ഒരു രണ്ടാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ നല്ലോണം അനുവദിച്ചത് ഞങ്ങളൊക്കെ കിട്ടിയിരുന്നു. അടി വിടാനാവൂല എന്ന് വിചാരിച്ചിട്ടാ. സത്യം, പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം. നിങ്ങൾ വിചാരിക്കല്ലോ മൗലൈമാര് രണ്ടിട്ടുന്ന് ഓൽക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാ. പടച്ചവനാണ് ഹൃദയത്തിൽ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതാ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ, കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിക്കാണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളെ ഭർത്താക്കും, അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇബ്രാഹിക്ക, എന്നും പറഞ്ഞ് കരയും. ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്നു ഇബ്രാഹിക്ക ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മോളെ എന്ന് പറയാൻ. നിങ്ങൾ അനുവദിച്ചോ? നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ? എന്നിട്ട് ആ ബാപ്പാന്റെ ഞങ്ങൾ പ്രസംഗ രംഗത്തൊക്കെ പോകുന്നുണ്ട്, ഞങ്ങളോടാ പറയാ. അതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും. പടച്ചോനെ, ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ, കേട് വന്നു പോവല്ലോ, ഓളെ കല്യാണം കഴിച്ചാൽ ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾ അനുവദിച്ചില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, സഹാബികൾ 2 ഭാര്യമാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല. തെളിവുകൾ പറയട്ടോ, സഹാബികൾ ആരും 2 പെണ്ണിട്ടാത്ത ഒരൊറ്റ സഹാബിയില്ല. പിന്നെ അലൈഹിസ്സലാം ഒരു കാര്യവും കൂടി പറഞ്ഞു, അത് നിങ്ങളാരും അനുവദിച്ചോളൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ? ഇല്ലേ? സ്നേഹം കൂടുതലുകൊണ്ടാണ് ഇത് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, റസൂലിന്റെ ഹദീസ് എന്താ അറിയോ? ഒരു വലിയ മുത്ത് സ്വർഗത്തില്, ഒരു വലിയ മുത്ത്. ആ മുത്തിനുള്ളിൽ ഒരാള് പ്രവേശിക്കും, ഭാര്യ ഭർത്താവ്. എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ പ്രവേശിക്കുക അറിയോ? ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക, ആ വലിയ മുത്ത് സ്വർഗത്തില്. പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവും ഉണ്ടാവും. എനിക്ക് കാണാൻ പറ്റൂല, അവർക്ക് ഇന്നെയും കാണാൻ പറ്റൂല. മനസ്സിലായോ? അവിടെ ആരാ പ്രവേശിക്കുക? 2 കല്യാണം കഴിച്ച പുരുഷനും ആ 2 കല്യാണം കഴിച്ച ദമ്പതിമാരും. എന്തേ അള്ളാഹു അവർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത്? വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന, ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളിപ്പോയ, പടച്ചോനെ പേടിച്ച ഒരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരില്, 2 സ്ത്രീകളെ പോറ്റിയതിന്റെ പേരില് അള്ള കൊടുക്കണ ഒരിടം. സ്വന്തം ഭർത്താവിന് അത്തരം ഒരു ഇടം കിട്ടണോന്ന് ഈ മുത്ത് എന്താ വിഷയം? 2 പെണ്ണിട്ടിരിക്കൊരു മുത്തുണ്ട്. അത് സ്വർഗത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു മുത്താണ്. ഞാൻ മുത്തിനെ കുറിച്ച് കാനഡ നേതാവ് പറയട്ടെ. സ്വർഗത്തിലുള്ള ഈ മുത്തിനെ കുറിച്ച് പറഞ്ഞ ഈ ഹദീസ്, 2 പെണ്ണ് കിട്ടിയാൽ കിട്ടുന്ന ഈ മുത്തു ഒരു പ്രത്യേകതരം മുത്താണത്. അത് സ്വർഗത്തിലുള്ള മുത്താണ്. ആ മുത്തിനെ കുറിച്ച് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നാണ് ഇയാൾ പറയുന്നത്. ഈ ഹദീസ് എവിടെ? ബുഖാരിയിലുണ്ടോ? എവിടെ ഈ ഹദീസ്? ബുഖാരിയിലുണ്ടോ? പോട്ടെ, മുസ്ലിമിലുണ്ടോ? അബൂദാവൂദിലുണ്ടോ? തിർമിദിയിലുണ്ടോ? ഇബ്നു മാജയിലുണ്ടോ? മുസ്നദുകളിലുണ്ടോ? മുസന്നഫുകളിലുണ്ടോ? ജാമിഉകളിലുണ്ടോ? സഹീഹുകളിലുണ്ടോ? വേണ്ട ഒരു നെഹ്വിന്റെ കിതാബിലെങ്കിലും ഉണ്ടോ? ഒരു അവാമിലോ തഖ്രീബുൽ ലിസാനിലോ തുഹ്ഫത്തുൽ വർദിയിലോ അലിഫയിലോ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ ഹദീസ് ഏതാ? കള്ള ഹദീസ് ഉണ്ടാക്കിയതാണ്. നോക്കൂ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണ് ഇവരവസ്ഥ? പടച്ചോനെ കുറിച്ച് വല്ല പേടി ഇവർക്കുണ്ടോ? ആയത്തല്ലേ കാട്ടുന്നത്. ഇല്ലാത്ത ആയത്തുണ്ടാക്കുക, ഇല്ലാത്ത ഹദീസ് ഉണ്ടാക്കുക. പടച്ചവനെ കുറിച്ച് ഒരു പേടിയില്ല. പണ്ട് പൊളിക്കുന്ന സക്കരിയസറായി പ്രസംഗിച്ചിട്ടുള്ളത്. ഇന്നത്തെ മുജാഹിദിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്, ഇന്നത്തെ മുജാഹിദിന്റെ അവസ്ഥ എന്താണ്? പടച്ചവനെ കുറിച്ചുള്ള ഒരു പേടിയില്ലാത്തവരാണ് കേരളത്തിലെ മുജാഹിദീങ്ങൾ. KNM നേതാക്കന്മാരെ കുറിച്ച് പ്രസംഗിച്ചതാ. ഒരു പേടിയില്ലാത്തവർ. എങ്ങനെയാണ് മുജാഹിദ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇവരെ പിന്നാലെ കൂടാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾ ഇവരെ പിന്നാലെ പോവുക? സക്കരിയ അസ്സലാഹി തുറന്ന് പറയുന്ന കേൾക്കും. നിങ്ങൾ ഈ പൊളിക്കൽ വെച്ച് പ്രസംഗിച്ചതല്ലേ ഇത്? ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ, KNM-ന്റെ ISM-ന്റെ ആളുകൾ, അവരെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. കാരണം എന്താ അറിയോ? മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചപ്പോ ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. ശരിയാണ്. ഇതിന്ന് കുറച്ച് നമ്മളെ ചെത്തിയിട്ട് ചപ്പും ചവറൊക്കെ അങ്ങോട്ട് പോയി. ഇതൊന്നും ഇവിടെ വേണ്ട. കുറെ ചപ്പും ചവറും ഇങ്ങോട്ട് കയറി വന്നു. എന്നിട്ടോ പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ
കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. പ്രത്യേകിച്ച് സംഘടന പിളർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം KNM-നെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ. എന്നാ ഒരാളെങ്കിലും ഉണ്ടാകട്ടോ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും KNM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ് കണ്ടോ. KNM-നെ സപ്പോർട്ട് ചെയ്യണ ഒരു ചപ്പെങ്കിൽ ചപ്പ്. ഇതൊക്കെ ആരായി പറയുന്നത്? പുളിക്കലത്തെ മുജാഹിദ് സുഹൃത്തുക്കൾ അറിയുന്ന കഥകളല്ലേ. നിങ്ങൾ എന്തിനാണ് ഇതിന്റെ പിന്നാലെ നിൽക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇതിന്റെ പിന്നാലെ നിൽക്കുന്നത്? നിങ്ങൾക്കൊന്ന് മാറി ചിന്തിച്ചുകൂടെ? പടച്ചവനെ പേടിയുണ്ടെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ, പരലോകത്ത് രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, സ്നേഹത്തോടെ പറയുകയാണ്, നിങ്ങൾ മാറി ചിന്തിക്കുക. നിങ്ങൾ മഹാന്മാരെ കാണിച്ചെന്ന വഴിയിലേക്ക് വരിക. അവിടെ രക്ഷയുള്ളൂ. ഒരൊറ്റ മൗലവിനെ വിശ്വസിക്കാൻ പറ്റൂല. ഞാൻ പറയില്ല, മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട്, ഒരൊറ്റ മൗലവി, ഇനി KNM-ആയാലും വേണ്ടില്ല, മർക്കസ് ദേവയായാലും വേണ്ടില്ല, വിസ്ഡമായാലും വേണ്ടില്ല, ജിന്നൂരികളായാലും വേണ്ടില്ല, ഇരുവേറ്റുകളായാലും വേണ്ടില്ല, പിന്നെ ആട് സലഫികളായാലും വേണ്ടില്ല, ദമ്മാജി സലഫികളായാലും വേണ്ടില്ല, ഏത് ഗ്രൂപ്പായാലും ശരി, ഒരൊറ്റ മുജാഹിദ് മൗലവിനെ വിശ്വസിക്കാൻ പാടില്ല. മൗലവിമാർക്കൊന്നും ഈമാൻ എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. ഞാനല്ല പറയുന്നത്. നമ്മൾ ഇക്കാലം വരെ നാട് നീളെ കാഫിറെന്ന് മുശ്രിക്കെന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ച സാക്ഷാൽ മുജാഹിദ് ബാലുശ്ശേരി. രണ്ടാമത്തെ കാര്യം, ഒരു മൗലവിയെ, ഒരു പുരോഹിതനെയും അന്ധമായി തൊണ്ട തൊടാതെ നിങ്ങൾ വിഴുങ്ങരുത്. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാൻ, ഈ അടുത്ത കാലത്തെ എന്റെ അനുഭവം വെച്ച് മൗലവിമാർക്ക് പോലും ഈമാൻ നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. വലിയ ബേജാറ് തോന്നാറുണ്ട്. പല ആളുകളുടെ സ്വഭാവം അറിയും. എന്ത് കളവും പറയാൻ മടിയില്ലാത്തവരെ പരസ്യമായി പറഞ്ഞതിനെതിര് അതിനെതിര് ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ബേജാറ്. മുസ്ലിയാക്കന്മാരും മൗലവിമാരും തമ്മിൽ വ്യത്യാസമില്ലാതെ പോകുന്ന അതീവ ദയനീയമായ ഒരവസ്ഥാവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഈ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് മനസ്സിൽ പറ്റി അറിയിക്കാൻ. കണ്ടോ, ഒരു മൗലവിയും വിശ്വസിക്കരുതെന്ന് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, എന്തിന്റെ പേരിൽ ഞങ്ങൾ മാറി നിന്നത്? ഈ ഉമ്മത്തിനെ കാഫറാക്കിയിട്ടല്ലേ നിങ്ങൾ മാറുന്നത്? കാഫറാക്കാൻ നിങ്ങൾ പറഞ്ഞ കാരണം എന്താ? ഇവിടുത്തെ സുന്നികൾ അള്ളാഹുവിന്റെ പരിശുദ്ധരായ അമ്പിയാക്കളോട്, ഔലിയാക്കളോട് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായം തേടുന്നു, ആ സഹായം പ്രതീക്ഷിക്കുന്നു. അത് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പോയത്? എന്നാൽ ഇപ്പോൾ നിങ്ങൾ എവിടെ എത്തി? ഇപ്പൊ നിങ്ങൾ പറയുന്നു പൂർവികരൊക്കെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, പൂർവികർ പറയുന്നിടത്ത് നിന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. എന്നാൽ പൂർവികർക്ക് ഈ വിഷയത്തിൽ എന്താ പറഞ്ഞത്? മഹാന്മാരായ പൂർവികരായ ആളുകൾ അവരാരെങ്കിലും ഇസ്തിഗാസ ഷിർക്കാണ് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളിതാ പൊളിക്കരച്ചുകൊണ്ട് ആധികാരികമായി ചോദിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ മുശ്രിക്കാക്കാൻ, കാഫിറാക്കാൻ നാട് നീളെ പ്രസംഗിക്കാറുള്ളത് ഇസ്തിഗാസ ഷിർക്കാണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നു. ഖുർആൻ ഒരു ആയത്ത് കൊണ്ട് നിങ്ങൾക്കിതാ വേദി തുറന്നു തരുന്നു. ഒരു ആയത്ത് കൊണ്ട് ഇസ്തിഗാസ ഷിർക്കാണ് തെളിയിക്കാൻ പുളിക്കലുള്ള ഏതെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും വിഭാഗത്തിലെ ആരെങ്കിലും തയ്യാറുണ്ടോ? ഒരാളുണ്ടെങ്കിൽ വരട്ടെ. ഒരായത്ത് വേണ്ട, ഒരു ഹദീസ് മതി, ഒറ്റ ഹദീസ് മതി. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. ഒരു ഹദീസ് കൊണ്ട് പറയട്ടെ ഇസ്തിഗാസ ഷിർക്കാണ്. വേണ്ട, ആയത്ത് ഹദീസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞങ്ങൾ പറയട്ടെ, കഴിഞ്ഞുപോയ ഇമാമിയങ്ങൾ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, നിങ്ങൾ എന്താ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചത്? 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ അവർ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണെന്നാണ്. ആ ഇമാമിങ്ങൾ ആരെങ്കിലും മഹാന്മാരായ അമ്പിയാക്കളെ കൊണ്ട്, ഔലിയാക്കളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നത് ഷിർക്കാണെന്ന് ഏതെങ്കിലും ഇമാം പറഞ്ഞിട്ടുണ്ടോ? തെളിയിക്കാൻ പുളിക്കല് ഏതെങ്കിലും മുജാഹിദ്, ജിന്നൂരി ആയാലും വേണ്ടില്ല, മടവൂരി ആയാലും വേണ്ടില്ല, ഇരുവേറ്റിക്കാരായാലും വേണ്ടില്ല, ദമ്മാജികളായാലും വേണ്ടില്ല, KNM-കാരായാലും വേണ്ടില്ല, ഏത് ഗ്രൂപ്പുകാർ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരും. എന്തിനാണ് വെറുതെ ഉമ്മത്തിനെ നിങ്ങൾ മുശ്രിക്കാക്കുന്നത്? എന്തിനാണ് നിങ്ങൾ കാഫറാക്കുന്നത്? എന്നാൽ നിങ്ങൾ എഴുതി വെച്ചൊരു സത്യമില്ലേ? എന്താ എഴുതി വെച്ചത്? ഷബാബിൽ എഴുതി വെച്ചു. ഷബാബിൽ സാക്ഷാൽ അബ്ദുസ്സലാം സുല്ലമി എഴുതി വെച്ചു, തവസ്സുലിന്റെ ഹദീസ് സ്വഹീഹ് ആണെന്ന് ലോകത്തുള്ള പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്തിഗാസയുടെ ഹദീസ് സ്വഹീഹ് ആണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം എഴുതി വാക്കെന്താ? എന്നാൽ സർവ്വ മുജാഹിദുകളും തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇതല്ലേ വസ്തുത? ഇതല്ലേ വസ്തുത? ഇതല്ലേ നിങ്ങൾക്ക് പറ്റിയ ഫാൾട്ട്?
പൂർവികരായ ആളുകൾ ആരെങ്കിലും ഇസ്തിഹാസ എതിർക്കുന്നവരായിരുന്നു? അല്ലല്ലോ. അവരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസ ഘട്ടങ്ങളിൽ അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നവരായിരുന്നില്ലേ? നോക്കൂ നിങ്ങൾ, കഴിഞ്ഞുപോയ മഹാന്മാരായ ആളുകളൊക്കെ എന്തായിരുന്നു? മഹാനായ ഇബ്നുൽ മുഖ്രി റളിയല്ലാഹു അൻഹു, മഹാനുകളെ കുറിച്ച് പറയുന്നത് കണ്ടിട്ടില്ലേ? ആരാ ഇബ്നുൽ മുഖ്രി റളിയല്ലാഹു അൻഹു? പണ്ഡിത ലോകം ഒന്നടങ്ങ് വിധിച്ചല്ലേ, സിഖത്തും മഅ്മൂൻ, വിശ്വാസയോഗ്യനാണ്. റഹല ഫീ തലബിൽ ഹദീസി മാ ലം യർഹൽ ഗൈറുഹു, ലോകത്തൊരാളും സഞ്ചരിക്കാത്ത വിധം ഹദീസിന്റെ വിഷയത്തിൽ സഞ്ചരിച്ച മഹാനാണ് ഇബ്നുൽ മുഖ്രി റഹ്മഹുല്ലാഹ്. വലിയ പണ്ഡിതനായിരുന്നു, സൂഫിയായിരുന്നു. ആ മഹാനെ കുറിച്ച് പറയും നോക്കൂ നിങ്ങൾ. മഹാനുകൾ പറയാണ്, ഞങ്ങൾ ഒരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൗളയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം, ഫസാബനാ ജൂഉൻ ശദീദ്, ഞങ്ങൾക്ക് ശക്തമായ വിശപ്പുണ്ടായി. വിശപ്പുണ്ടായപ്പോ എന്താ ചെയ്തത്? ഞങ്ങൾ ചൊല്ലുന്നു, ശഖൗനാ ഇലാ റസൂലില്ലാഹ്, മുത്തുനബിയോട് പോയിട്ട് ആവലാതി പറയിപ്പിക്കുകയാണ്. നബിയോട് ഞങ്ങൾ പറഞ്ഞു, നബിയേ അൽജൂ അൽജൂ, നബിയേ വിശക്കുന്നുണ്ട്. ആരോടാ പറയുന്നത്? ഖബറിൽ കിടക്കുന്ന താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ചരിത്രം രേഖപ്പെടുത്തുന്നു, അന്നവരങ്ങനെ പറഞ്ഞു. പറയേണ്ട താമസം അന്ന് തന്നെ ഒരാൾ വന്ന് വാതിൽ മുട്ടുന്നു, ഭക്ഷണവുമായി കൊണ്ടുവരുന്നു. ഇബ്നുൽ മുഖ്രി തങ്ങൾക്കും കൂടെയുള്ളവർക്ക് ഭക്ഷണം കിട്ടുകയാണ്. താരിഖിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇതൊക്കെ ഇമാമികൾ ഉദ്ധരിച്ച സംഭവങ്ങളല്ലേ? നിങ്ങളെ വാദമെന്താ? അഭൗതികമായ രൂപത്തിലൂടെ മഹാന്മാരെന്ന് ഗുണം പ്രതീക്ഷിച്ചാൽ അവൻ കാഫറാണ്, മുശ്രിക്കാണെന്നല്ലേ എഴുതി വെച്ചത്? പറയാൻ പറ്റുമോ ഇബ്നുൽ മുഖ്രി തങ്ങളെ കുറിച്ച് മുശ്രിക്കാണെന്ന്? എത്ര ആളുകൾ! ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായപ്പോ, ബുഖാരി ഇമാമിന്റെ കാലഘട്ടത്തിൽ വഫാത്തായതിനു ശേഷം അവിടെ മഴയില്ലാതെ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടപ്പോ ഇമാം ഖസ്തല്ലാനി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, അന്നവരെന്താ ചെയ്തത്? ബുഖാരി ഇമാമിന്റെ ഖബറിനെ പോയിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി തേടി, മഴ കിട്ടി. ഖസ്തല്ലാനി രേഖപ്പെടുത്തുന്നു, ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമല്ലേ. ഇങ്ങനെ എത്ര സംഭവങ്ങൾ! പറയാൻ പറ്റുമോ ഇവരൊക്കെ മുശ്രിക്കാണെന്ന്? ഇവരൊക്കെ കാഫറാണെന്ന് പറയാൻ പറ്റുമോ? എത്ര സംഭവങ്ങൾ! അദൃശ്യമായ രീതിയിലൂടെ, അഭൗതികമായ രീതിയിലൂടെ മഹാന്മാരെന്ന് ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മുശ്രിക്കാന്ന് പറയേണ്ടി വരില്ലേ? ദൂരം വിളി കേൾക്കൽ ശിർക്കാണെന്ന് പറഞ്ഞാൽ ആരൊക്കെ മുശ്രിക്കാവും? ഇവരാരൊക്കെ മുശ്രിക്കാക്കി? മുഹിദ്ദീൻ കുറിച്ച് പോലും മോശമായിട്ട് എഴുതി വെച്ചില്ലേ ഒരു കാലത്ത്? യാതൊന്നും കാണുവത് നാരായണ പ്രതിമ, യാതൊന്നും ചൊല്ലുവത് നാരായണ ശ്രുതിമ എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാനായ മുഹിദ്ദീൻ തലയിൽ കയറിക്കൂടിയിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ് എന്നിവർ അൽമനാർ ഒരു കാലത്ത് എഴുതി വെച്ചില്ലേ? പക്ഷെ ഇപ്പോൾ പറയുന്ന മുഹിദ്ദീൻ വലിയ മഹാനാണ്. മുഹിദ്ദീന്റെ മാർഗം സ്വീകരിക്കണം, ഇമാമിയങ്ങളുടെ മാർഗം സ്വീകരിക്കണം. ആരാ പറയുന്നത്? ഇവരെന്നെ. ഇവരൊക്കെ എല്ലാരും കണക്കാ. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്റെ കയ്യിൽ കാണുന്നത് പ്രബോധനമാണ്. ഈ പ്രബോധനത്തിൽ പറയുന്നത് ലോകത്ത് ഇസ്ലാം വളരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സൂഫിയാക്കളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ചത് സൂഫിയാക്കളാണ്. എന്നിട്ട് പറയുന്നു, അജ്മീർ ഷെയ്ഖിന്റെ കരങ്ങളിലൂടെ 10,000 ആളുകൾ മുസ്ലിം ആയിട്ടുണ്ട്. പറയുന്ന ആരാ? പ്രബോധനമാണ്, ജമാഅത്ത് പ്രബോധനമാണ്. മഹാനായ തങ്ങൾ പോകുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഇത് പ്രബോധനമാണ് എന്റെ കയ്യിലുള്ളത്. ഇന്നലെ വരെ സൂഫിയാക്കളെയും ഔലിയാക്കളെയും തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ന് സൂഫിയാക്കൾ അംഗീകരിക്കേണ്ടിയിരിക്കുകയാണ്. എന്നാൽ സ്വന്തം നേതാവിനെ തള്ളിപ്പറയേണ്ടി വന്നു. സ്വന്തം നേതാവിനെ അടുത്താണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പച്ചയായിക്കൊണ്ട് തള്ളിപ്പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവായ അബുൽ അലാ മൗദൂദിനെ കുറിച്ച് പറയാ, അദ്ദേഹം ഞങ്ങളുടെ മൗലിക നേതാവൊന്നും അല്ല. പിന്നെ ആരങ്ങളെ നേതാവ്? എല്ലാരും തള്ളിപ്പറയേണ്ടി വന്നില്ലേ? ഓരോ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കും നിങ്ങൾ. നമ്മളൊക്കെ എത്ര അൽഹംദുലില്ലാഹ് പറഞ്ഞാലും മതിയാവില്ല. ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു നേതാവുമായിക്കൊണ്ട്, ഇപ്പോഴത്തെ അമീറുമായിക്കൊണ്ട് റിപ്പോർട്ട് ചാനലിലെ രഞ്ജിത്ത് ഒരു അഭിമുഖം നടത്തുകയുണ്ടായി. ആ അഭിമുഖത്തിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ അമീർ പറയുന്നത് കേൾക്കും നിങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മൗദൂദിയല്ല. അത് നിങ്ങൾ ഞാൻ 2 കാര്യങ്ങളോട് അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം ഒന്ന് മൗദൂദിയല്ല. ആരാ പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയത്? അബുൽ ലൈല എന്നൊരു പുസ്തകം ഇപ്പോഴും IPH വിൽക്കുന്നുണ്ട്, വാങ്ങാൻ കിട്ടും. അതിൽ പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത് അബുൽ ലൈല മൗദൂദിയാണ്. പക്ഷെ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അത് പറയാൻ ധൈര്യമില്ല. തുറന്നു പറയാ, ഞങ്ങളെ നേതാവ് അബുൽ ലൈല മൗദൂദി അല്ല.
ഇവരൊക്കെ അവസ്ഥ തന്നെയല്ലേ? വഹാബികൾ ഇപ്പൊ എന്താ പറയണത്? ഞങ്ങൾ വഹാബികളല്ല എന്ന് പറയണത്. ഏത് വഹാബികള്? ഒരു കാലത്ത് പ്രസംഗിച്ചെന്താ? ഖുർആൻ മൊത്തം വഹാബിസമേ ഉള്ളൂ എന്ന് പറഞ്ഞവരാ. ഖുർആൻ മൊത്തം വഹാബിസുള്ളൂ, സമസ്തന്റെ ആശയമൊന്നും ഖുർആനില്ല. അങ്ങനെ ഒരു പ്രസംഗിച്ച ആളുകൾ ഇപ്പൊ പറയുന്നു ഞങ്ങൾ വഹാബികളല്ല. ഓരോ പ്രസംഗിക്കുന്ന കേട്ടുള്ളൂ. വഹാബിസം, ഖുർആൻ മൊത്തം വഹാബിസം. ഖുർആനിൽ തെരഞ്ഞ മൊത്തം വിശുദ്ധ ഖുർആനിൽ വഹാബിസമല്ലാതെ വേറെ കേരളത്തിൽ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ചല്ല. ഒരു പ്രസ്ഥാനം ഖുർആനില് വഹാബിസമല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്നാ പറയണത്. ഇയാൾക്ക് എന്ത് പറ്റിയാണ് കേട്ടോ? അല്ല, ഇത് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ പറയട്ടെ. വിശുദ്ധ ഖുർആൻ ഒരാൾ ശരിക്കും ഇരുന്ന് വേണ്ട, ഈ റഹ്മത്തുള്ള കാസിമിന്റെ പരിഭാഷ ഇ.കെ. സുന്നി വായിച്ചാൽ, ഓൻ ഫുള്ളായിട്ട് വായിച്ചാൽ ഓൻ പിന്നെ ഇ.കെ. സുന്നിയിൽ ഉണ്ടാവൂല. വെല്ലുവിളിക്കണം. ഞങ്ങളൊന്ന് വെല്ലുവിളിക്കട്ടെ. പുളിക്കലങ്ങാടിൽ വെച്ചോണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ആശയം ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്തുകൊണ്ട് സമർത്ഥിക്കാൻ ഏതെങ്കിലും മുജാഹിദുകൾ തയ്യാറാണോ? ഒന്ന് മതി. നിങ്ങൾ ഖുർആൻ മൊത്തം ഹാഫിസ് എന്നല്ല പറഞ്ഞത്, വേണ്ട, മൊത്തമൊന്നും വേണ്ട. നിങ്ങൾ ഒരു ആശയം, സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണം, ഒരാശയം. ഖുത്ബ മലയാളത്തിലാകണം, ഒരാശയം. ഇങ്ങനെ തുടങ്ങി നിങ്ങൾ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു ആശയം, നിങ്ങൾ വാദിക്കുന്ന ഏതെങ്കിലും ഒരു ആശയം, ഇതാ നിങ്ങൾക്ക് തുറന്ന വേദി ഇവിടെയുണ്ട്, കടന്നു വരാവുന്നതാണ്. നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയുമോ? ഒന്ന്, നമ്മള് പുളിക്കലല്ലേ ചോദിക്കണത്, ഇവരെ കോട്ടയിലല്ലേ ചോദിക്കുന്നത്, വേറെ എവിടെ ചോദിക്കുക? ഇതിന്റെ അപ്പുറം വിളിഞ്ഞ എവിടെയൊക്കെ പോകുക? ഒന്ന് പറയട്ടെ. എന്താ പറയുക? ഖുർആൻ മൊത്തം വഹാബിസാണ്. എന്നാ കേന്ദ്രയുടെ നേതാവ് പറയാം ഞങ്ങൾ വഹാബികളല്ല, ഞങ്ങൾ വഹാബികളല്ല. പറയാൻ പോലും പേടിയാണ്. ഇപ്പോ വഹാബികൾ എന്ന് പറയാൻ പോലും പേടിയാണ്. കേന്ദ്രമിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂര് പറയുന്ന കേൾക്കും നിങ്ങൾ. നേരെ ഖുർആനും സുന്നത്തും പറയുമ്പോഴേ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾ നമുക്കെതിരെ ഉപയോഗിച്ച ഒരു വാചകമാണ് ഇവർ വഹാബികളാകുന്നു എന്ന്. അതിനെക്കുറിച്ച് ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു വഹാബിലേക്ക് ചേർത്തി വെച്ചിട്ട് ഇതാ വഹാബിസം എന്ന് പറഞ്ഞതാണ്. നമ്മളത് അറിയണം. നമ്മൾ വഹാബികളല്ല. എന്താ പറഞ്ഞത്? നമ്മൾ വഹാബികളല്ല. മറ്റാളെന്ന് പറഞ്ഞത് ഖുർആൻ മൊത്തം വഹാബിസാണ്. ഇയാൾ പറഞ്ഞു ഞങ്ങൾ വഹാബികളെ അല്ല. പറയാൻ പോലും പേടിയാണ്. ഇവരെടുത്ത കേസർ കൊടുത്തു, ഞങ്ങളെ കുറിച്ച് വഹാബികൾ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേസർ കൊടുത്തു. എന്നിടത്തിന്റെ രേഖകൾ. എന്തിനാ അവര് മടിക്കണത്? ഖുർആൻ മൊത്തം വഹാബിസാണ്, ഇവര് എന്തിനാ മടിക്കണത്? അന്തസ്സോടെ പറയല്ലേണ്ടത്. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ എന്നും പറയും, ഇന്നും പറയും, ഞങ്ങൾ സുന്നികളാണ്, ഞങ്ങൾ സമസ്തക്കാരാണ്. ഞങ്ങൾക്കത് പറയാൻ ഒരു മടിയില്ല. കാരണം ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങളുടെ നേതൃത്വം ഹക്കാണ്. ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, നിങ്ങളെ മുട്ടുകാല് പറക്കും. നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു നേതാവിന് തൊട്ട പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉമർ മൗലവി പ്രശ്നമാണ് അവർക്ക്, അമാനി മൗലവി പ്രശ്നമാണ് അവർക്ക്. അമാനി മൗലവിയുടെ പുസ്തകം തിരിച്ചുകൊണ്ട് ഇപ്പൊ പറയാണ്, അമാനി മൗലവിയുടെ പുസ്തകത്തിൽ ഷിയ ആശയമുണ്ട്. ആരെ പുസ്തകത്തില്? ഇനിയിപ്പോ ആരെ പുസ്തകം ഒരു വിശ്വസിക്കാം? എന്നിട്ട് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട്, ഒരൊറ്റ പരിഭാഷ തൊട്ടുപോകരുത്, പരിഭാഷ തൊട്ടുപോകരുത്. ഇക്കാലം പറഞ്ഞെന്താ? പരിഭാഷ വാങ്ങണം, വായിക്കണം, എല്ലാ വീടുകളിലും വെക്കണം. ഇപ്പൊ പറയുന്നു പരിഭാഷ വാങ്ങരുത്, പരിഭാഷ തൊട്ടുപോകരുത്, പരിഭാഷക്ക് പ്രശ്നമാണ്, പരിഭാഷയിലേക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. പറയട്ടെ, ദീൻ എന്താ പറയണത്? നിങ്ങൾ എന്നെ ഗൗരവമായിട്ട് ആലോചിക്കണം. ഇനി ദീന് പറയേണ്ട കാലമായത്. ദീന് പറയേണ്ട കാലം ആയത്തും ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇവിടുത്തെ ഇതര മതക്കാരോട് വേറൊന്നും നമുക്ക് പറയാനില്ല. ഒരു ഖുർആൻ പരിഭാഷ ഇറക്കി ഒരു സമ്മേളനത്തിൽ കഴിഞ്ഞ ആഴ്ച. വള്ളിയുമില്ല, പുള്ളിയുമില്ല, അർത്ഥവുമില്ല, വേറെയുമില്ല, ഒക്കെ തെറ്റിച്ചാവും, ഒക്കെ അവനാന്റെ ഇച്ഛയാ കൊടുത്ത്. വിശുദ്ധ ഖുർആനിന് പുതിയ അർത്ഥവും വ്യാഖ്യാനം കൊടുത്തിട്ട് ആ മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണ് അത്രേ. അതിന് ചിലതൊന്നും കൊടുത്താൽ ഓൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിരോധം തോന്നിയാലോ ഇസ്ലാമിനോട്. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. കഴിഞ്ഞ ആഴ്ച സമ്മേളനം നടന്ന ഒരു സ്റ്റേറ്റ് സമ്മേളനം. ആളെ പേരും അർത്ഥമൊന്നും ഞാൻ പറയില്ല, ആ പരിഭാഷ വാങ്ങി വായിച്ചു നോക്ക്. ഒരു തലയും പാലുമില്ല, ഒരൊറ്റ കുട്ടി കൈകൊണ്ട് തൊട്ട് വരുന്ന ആ സാധനം. മുജാഹിദിന്റെ മറുവിഭാഗത്തിന്റെ സമ്മേളനത്തിൽ ഇറക്കിയ ഖുർആൻ പരിഭാഷനെ കുറിച്ച് പറയാ, തൊട്ടുപോകരുത്, തലയും വാലും പുള്ളിയും വള്ളിയും ഒന്നുമില്ല. പറയട്ടെ, സൂറത്ത് ഫാത്തിഹ പോലും അള്ളാഹു റസൂലും പഠിപ്പിച്ച പോലെ എല്ലാ അർത്ഥം കൊടുത്തു. കണ്ടോ? സൂറത്തുൽ ഫാത്തിഹയിൽ പോലും അള്ളയും റസൂലും പഠിപ്പിച്ചതുപോലെയല്ല മുജാഹിദിന്റെ പരിഭാഷയിൽ പഠിപ്പിക്കുന്നത്. അപകടം പിടിച്ച ഒരു പരിഭാഷ, മനസ്സിലായോ? ഞാൻ അതിന്റെ ചില ഭാഗം വായിച്ചിട്ട് സത്യമാണ്, അള്ളാഹു ആണ്, അത് മാത്രം പ്രസംഗിച്ചാൽ പോലും എന്റെ വികാരം തീരില്ല ഇവിടെ. അത്ര മോശമായ രൂപത്തിലാണ് സൂറത്ത് ബഖറയിലെ ചില ആയത്തുകൾക്കൊക്കെ. അള്ളാഹ് സംഭവിക്കുന്നു പറഞ്ഞാൽ സംഭവിക്കൂല, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. അള്ളാഹ് ഉണ്ടായി എന്ന് പറയാം,
ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അല്ല അങ്ങനെ ബാധിക്കും അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ അല്ല പറഞ്ഞതിന് നേരെ എതിര് പറയാൻ എന്തിനാണോ ഒരു മലയാള പരിഭാഷ? ആ ചെറിയ മുണ്ടത്തിന് തന്നെ പോരെ. ചെറിയ മുണ്ടാരതും അല്ലല്ലോ. കുഞ്ഞുമുഹമ്മദ് മദനിയും അതിന് പുറമെ ഒന്ന് ഇറക്കി വെക്കുക. അതെന്താ ഇറക്കിയത്? അവനാന്റെ ഇച്ഛ. അത് കുത്തി നിറച്ചിരിക്കുകയാണ്. അതിൽ അറബിയില്ല, വേറെയില്ല. എന്താന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് മുസ്ലിമിന് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നല്ല മുസ്ലിമിന് കിട്ടുന്നത്. സഹോദര, ആലോചിക്കാനാ ഞാൻ പറയുന്നത്. നേർക്ക് നേരെ മനുഷ്യരോട് പച്ചയായി ഖുർആൻ ഉദ്ധരിച്ച് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ല സൃഷ്ടിച്ചവനാണോ മാധവൻ? മാധവൻ അല്ല. നോക്കൂ, നിങ്ങൾ തൊട്ടു പോകരുത് എന്നാ പറഞ്ഞത് മുജാഹിദിന്റെ പരിഭാഷയെ കുറിച്ച്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് മടങ്ങി വരാം. നമുക്കൊരു വഴിയുണ്ട്. ഇമാമിങ്ങൾ കാണിച്ചെന്ന വഴി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചെന്ന വഴി, സഹാബത്ത് കാണിച്ചെന്ന വഴി, താബിഈങ്ങൾ കാണിച്ചെന്ന വഴി. ആ വഴിയിലേക്ക് വരാം. അവിടെ പ്രയാസങ്ങൾ ഉണ്ടാവാം, വിഷമങ്ങൾ ഉണ്ടാകാം. ദീനല്ലേ, ദീൻ പിടിക്കുമ്പോ, ദീനിൽ മുറുകെ പിടിക്കുമ്പോൾ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ അവന് കിട്ടാൻ പോകുന്നത് 100 ഷഹീദിന്റെ കൂലിയാണ്. വെറുതെ കിട്ടൂലല്ലോ, വെറുതെ കിട്ടൂലല്ലോ. 100 ഷഹീദിന്റെ കൂലി കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ പ്രയാസപ്പെടേണ്ടി വരും, കുറച്ചൊക്കെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. പൂർവികർക്ക് എത്ര അനുഭവിച്ചു, അവർക്ക് എത്ര അനുഭവിച്ചു, അവർക്ക് അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയാണ്. അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും, പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും സുന്നത്തെ ജമാഅത്തിന് അല്പം പോലും പതറിപ്പോകരുത്, അല്പം പോലും പിന്നോട്ട് പോകരുത്. അവിടെ അടിയുറച്ചു നിൽക്കണം. ഇത് പ്രചരിപ്പിക്കുന്ന നമ്മുടെ ബാധ്യതയാണ്. ഇത് പ്രചരിപ്പിച്ചിട്ടില്ല എങ്കിൽ, പ്രത്യേകിച്ച് ഉസ്താദുമാരോട് പറയുന്നു, പുത്തൻ പ്രസ്ഥാനക്കാർ പ്രകടമാകുന്ന സമയത്ത് ആലിമീങ്ങൾ മിണ്ടാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ടാകും, മലക്കുകളുടെ ശാപമുണ്ടാകും. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരകരായിട്ട് നമ്മൾ മാറണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ബഹുമാനായ MT അബൂബക്കർ ദാരിമി ഇവിടെ സംസാരിക്കാനിരിക്കുകയാണ്. മുജാഹിദ് സുഹൃത്തുക്കൾ ആരെങ്കിലും വന്നാൽ ആ സമയം വെച്ച് അദ്ദേഹം പ്രസംഗം നിർത്തും. ആരെങ്കിലും ചോദിക്കാനില്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലും അവർക്കാണ് ആദ്യ അവസരം. അവരില്ലെങ്കിൽ പിന്നെ അവസരം ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകർമാർക്ക് നൽകും. വല്ല മുജാഹിദ് സുഹൃത്തുക്കളും ഈ ശബ്ദം കേൾക്കുന്ന ഭാഗത്ത് മുജാഹിദ് പ്രസ്ഥാനക്കാർ ഉണ്ടെങ്കിൽ, ജിന്നോ ഹാദറ ജിന്നുണ്ടെങ്കിൽ എന്നല്ല ഞാൻ പറയണത്, മുജാഹിദ് പ്രസ്ഥാനക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവർക്ക് അങ്ങനെയൊക്കെ ചില വാദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്ന സമയത്തിന്റെ പരിധി കളിപ്പിക്കായിരിക്കാണ്. അപ്പോൾ വല്ല മുജാഹിദ് പ്രസ്ഥാനക്കാരുണ്ടെങ്കിൽ, ഏത് വിഭാഗമായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്കെല്ലാം മുജാഹിദാണ്, ഞങ്ങൾക്കെല്ലാം മുജാഹിദാണ്. നിങ്ങൾ ആര് വന്നാലും, നിങ്ങൾ ഏത് വിഭാഗത്തിന്റെ വാദമായാലും ഇൻഷാ അല്ലാഹ് മാന്യമായ രീതിയിൽ ഇവിടെ ഇൻഷാ അല്ലാഹ് കൈകാര്യം. അല്ല ഇനി നാളെ ഇതിനൊരു മറുപടി വെക്കലില്ല. ഇനി അതല്ല, ഇനി ഇവിടെ ചോദിക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, ഒരു പരസ്യമായ സംവാദം, പുളിക്കൽ ഒരു സംവാദം കൂടി നടക്കട്ടെ, പുളിക്കൽ ഒരു സംവാദം കൂടി നടക്കട്ടെ. നിങ്ങൾ കഴിയുമെങ്കിൽ, കഴിയുമെന്നുള്ള ഞങ്ങൾക്ക് അറിയില്ല, കാരണം 1-2 സംവാദം കൊണ്ട് ഇപ്പോൾ മതിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ സംവാദത്തിന് വല്ല വരണമെന്നില്ല. കഴിയുമെങ്കിൽ ഏത് മുജാഹിദാനും വേണ്ട, ഞങ്ങൾ നിങ്ങളുടെ ഓഫർ തരുന്നു, നിങ്ങൾ എല്ലാവരും കൂടിക്കോട്ടെ. ആ വിഷയത്തിൽ എല്ലാവരും കൂടിക്കോട്ടെ, അല്ലെ? ഞങ്ങൾ ഒരു ഓഫർ കൊടുത്തൂടെ? അവരെല്ലാവരും കൂടിക്കോട്ടെ, എല്ലാ മുജാഹിദും ജിന്നും പിശാചും ഒക്കെ കൂടിക്കോട്ടെ. എല്ലാവരും ഒരു ഭാഗത്ത്, ഞങ്ങൾ സമസ്തന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്ത് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറാണ്. ഒരു പുളിക്കൽ സംവാദം കൂടി നടക്കണം. ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവുമെന്ന് ഞങ്ങൾ മുജാഹിദിനെ കുറിച്ച് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ, അന്യ ആ ആഗ്രഹം വേണ്ടില്ല, നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, സത്യം സമൂഹത്തിന് ബോധ്യപ്പെടുന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഇതിനൊരു മറുപടിയല്ല ഇവിടെ വേണ്ടത്. പൊളിക്കൽ വെച്ചുകൊണ്ട് ഒരു സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ ജംഇയ്യത്തുൽ മുഅല്ലിമിനെ ഒരു കത്ത് കൊടുത്താൽ ഞങ്ങൾ ഒരുക്കമാണ്, ഞങ്ങൾ ഒരുക്കമാണ്, ഞങ്ങൾ 1000 വട്ടം ഒരുക്കമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.